ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ കുറച്ച് ലാഗലുണ്ട്. നല്ലൊരു എന്റർടൈനറൊക്കെയാണ്. പിന്നെ മറ്റേ നസ്ലാണെജിലുണ്ട്, സംഗീതം ആണെജിലുണ്ട്. കിടിലായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. അവിടെ ഇഷ്ടം പോലെ ആർട്ടിസ്റ്റുകളും എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. വിനീതും നസ്ലീനും എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. നല്ല ഷറഫുദ്ദീന് ഒന്നും പറയാനില്ല. പടം നല്ല വെറൈറ്റി. സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമ തന്നെയാണ്. കാരണം കൈയുള്ളിലെ എപ്പോഴാണെങ്കിൽ രക്ഷപ്പെടും, പരിശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരു സിനിമ ഇറക്കുന്നത് ഒരു എന്താ പറയാ, സിനിമയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സിനിമ വന്നുകൊണ്ടിരിക്കും. ഓരോ വെള്ളിയാഴ്ച ഓരോ സിനിമ മാറുന്നുണ്ടെങ്കിൽ, നല്ല കഥകൾ വരുന്നുണ്ടെങ്കിലും അത് എഴുതുന്ന തിരക്കഥാകൃത്തിൻ്റെയൊക്കെ ഒരു എന്താ പറയാ മൂല്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കഥ എഴുതുന്ന ആൾ തന്നെ ഡയറക്ട് ചെയ്യുമ്പോൾ ആ ഡയറക്ടർ ആകാൻ ശ്രമിക്കുന്നതിന്റെ ഒരു കഷ്ടപ്പാട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു പ്രചോദനമാകുന്ന സിനിമയാണ്. പ്രേമലു എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഇവരൊരു കോമ്പോലാണ്. സംഗീതം നസ്ലിൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ, ഒരുപാട് താരങ്ങളുണ്ട്. എന്തായാലും നല്ലൊരു സിനിമയാണ്. ഒരു പേടിപ്പെടുന്ന രംഗം അല്ലേ ഈ സിനിമ എടുത്ത് നോക്കിയാൽ അത് തന്നെ കാണാൻ പറ്റും. നല്ല അടിപൊളി ട്രീറ്റ്മെന്റ്, ഒരു തരത്തിലും മടുപ്പിക്കാതെ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മേക്കിംഗ് മാത്രമല്ല, നല്ല സ്ക്രീൻ പ്ലേ, നല്ല അടിപൊളി പെർഫോമൻസ്, മൊത്തത്തിൽ നല്ല എന്റർടൈനർ ആണ്. 2 മണിക്കൂർ 48 മിനിറ്റ് ഉണ്ട്. ഒരു തരം ലാഗില്ലാതെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കിടിലൻ ഒരു എന്റർടൈനർ ആയിട്ട് തോന്നി. അടിപൊളി പടം. നസ്ലിനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ഷെയ്ഡിലാണ് കണ്ടിട്ടുള്ളത്. സ്ഥിരം നമ്മളൊരു കോളേജ് പയ്യൻ, നമ്മളെ ചളിയടിച്ച് നമ്മളെ രസിപ്പിക്കുന്ന ഒരു പയ്യനിൽ നിന്ന് കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് കൊണ്ട് നസ്ല നല്ല പീക്കായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ സിനിമനെ വളരെ ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ചിട്ടുള്ളത്, വളരെ ചീസി ആയിട്ട് മാത്രം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതില് റിയൽ ലൈഫിൽ ഒരാൾ സിനിമ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ നേരിടേണ്ടി വരും, അതിന്റെ പച്ചയ്ക്ക് അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ആണ്. അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ നല്ല സന്തോഷമുണ്ട്. സോ എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ആക്ച്വലി ഷറഫേട്ടന്റെ ചെറുപ്പമാണ് ചെയ്തത്. അപ്പം ലൈക്ക് അഭിനയവേട്ടൻ്റെ കൂടെയും എല്ലാവരെയും കൂടെ ഒക്കെ നിൽക്കുമ്പോഴത്തേനും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മൂവിയുടെ ഔട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും സന്തോഷമാണുള്ളത്. അപ്പം എനിക്കും സന്തോഷമാണ്. എല്ലാവരും ഈ സിനിമയിൽ ഇപ്പം സത്യം പറയുകയാണെങ്കിൽ എന്നെ കാസ്റ്റ് ആക്കിയത് നമ്മുടെ ഡയറക്ടർ തന്നെയാണ്. പുഴു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു ലെങ്തി റോൾ കിട്ടുന്നത് ആ ഡയറക്ടറുടെ ഒരു കാരുണ്യം കൊണ്ടാണ്. അദ്ദേഹം എനിക്ക് ആ റോള് കുറച്ച് വെയിറ്റുള്ള റോളാണ്, അത് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം വിഭാവന ചെയ്ത് തന്നെയാണ് ഇതിലെ എൻ്റെ ഗ്രേറ്റ്നെസ്സും എൻ്റെ ഭാഗ്യവും. അദ്ദേഹത്തിൻ്റെ സംവിധാന രീതി എല്ലാം എനിക്ക് വളരെ ഇഷ്ടമായി. ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നന്നായിട്ട് അറിയുന്ന ഒരു ഡയറക്ടറാണ്. അതേപോലെ ഇതിൻ്റെ ക്രൂ മൊത്തം പ്രൊഡക്ഷനൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെയൊക്കെ കംഫർട്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ക്രൂ നോക്കിയിരുന്നു. പിന്നെ ഒന്നിച്ച് അഭിനയിച്ചവരെല്ലാം വളരെ സ്നേഹത്തിലും വളരെ സന്തോഷത്തിലും ഒന്നിച്ച് ഈ സിനിമ നന്നാക്കിയെടുക്കാൻ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു. മൊത്തത്തിൽ ഇതിൻ്റെ ക്രൂ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് തന്നത്. മുന്നോട്ട് ഇത് ഒരു വലിയ ഹിറ്റാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നല്ല ഗുണമുണ്ട്. ഉയർന്നു വരുന്നതും അത് നല്ലത് ചെയ്താൽ നല്ലത് സംഭവിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഈ സിനിമ അഭിനവിന്റെ ഒരു സംവിധാന മികവ് തന്നെ എടുത്തു പറയേണ്ടതാണ്. കാരണം വളരെ റോ ആയിട്ടും വളരെ പച്ചയ്ക്ക് കാണിച്ചിട്ടുണ്ട് സിനിമയ്ക്കകത്ത് എന്താണ് സംഭവിക്കുന്നത്. അത് കഥ മോഷ്ടിക്കപ്പെട്ടിട്ടും പല വിവാദങ്ങൾ ഉണ്ടാക്കിയവർ വളരെ സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് മെയിൻ കഥാകൃത്ത്, കാരണം ഇത് നമ്മൾ സിനിമ കാണുമ്പോൾ അറിയാം അതിൽ സ്വാധീനമുള്ളവര് ഈ നമ്മ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം. കാരണം ഇതിന്റെ ഡയറക്ടർ സിനിമക്കുള്ളിലെ സിനിമയിലെ കുറെ കാര്യങ്ങൾ വിശദമായിട്ട് കാണിച്ചു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് നസ്ലിൻ എന്ന വളർന്നു വരുന്ന യുവതാരം നല്ലൊരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക്. കാരണം കോമഡി എന്നുള്ളതല്ല, അദ്ദേഹത്തിന് നസ്ലിന് പറ്റിയ ഒരു പക്വതയാർന്ന ഒരു ക്യാരക്ടർ കൊടുത്ത് പിന്നെ ജഗദീഷ് ഏട്ടൻ, ബിനുപപ്പൻ ഇതിൽ അഭിനയിച്ച്, സംഗീത്, പിന്നെ ഷറഫുദ്ദീൻ, എല്ലാവർക്കും ഒരു പ്രത്യേക വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകൾ കൊടുത്ത് നമ്മൾ സിനിമക്കുള്ളിലെ കഥകൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് പറയാൻ പറ്റില്ല, ഒരു സിനിമ തന്നെ വന്ന് കാണുക. ബോളിവുഡ് ടൈംസ് അദ്ദേഹം ഉദ്ദേശിച്ച പോലെ
നമസ്കാരം. നെസ്ലിൻ എന്ന ഒരു നടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രേമരംഗങ്ങളൊക്കെ കണ്ട് നമ്മൾ അറിയാലോ. പക്ഷെ ഈ സിനിമയിൽ അദ്ദേഹം തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. കാരണം അടിപൊളി പെർഫോമൻസ് ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആകാശഗംഗ എന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പേടിച്ച് മൂത്രമൊഴിച്ചു പോയി. കാരണം അതുപോലത്തെ പേടിപ്പെടുത്തുന്ന രംഗങ്ങളും ഇവിടെ നല്ലൊരു സിനിമ. പിന്നെ നസ്ലിൻ സംഗീതത്തിന്റെ കൂട്ടുകെട്ട് അറിയാലോ. പ്രേമലിന് ശേഷം നമുക്ക് ത്രസിപ്പിക്കുന്ന രംഗങ്ങളാണ് അവർ കാഴ്ചവെച്ചത്. വിനീത് ശ്രീനിവാസൻ ചേട്ടൻ, ബേസിൽ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നല്ലൊരു മൂവിയാണ്. പിന്നെ മലയാള സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വെച്ച് എന്തോ ഒരു പേരെ നടക്കണേന്ന് ഒരു കഥ ഉണ്ടെങ്കിൽ ഒന്ന് സിനിമയാക്കുന്നവർ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു സിനിമയാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ ഒന്നും ആവാത്തവരുടെ ഒരു കഥയുണ്ട്. എന്നാൽ ഈ സിനിമ നല്ലൊരു പ്രചോദനം നൽകുന്ന ഒരു സിനിമയാണ്. ശരിക്കും എല്ലാ കോമഡി, സെന്റിമെന്റ്സ്, എല്ലാം വയലൻസ്, എല്ലാം നല്ലൊരു മൂവി തന്നെ. കാണുക. നെസ്ലിൻ